നോക്കൂ, UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തതിന് പിന്നാലെ പുതുയുഗ യാത്രയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. കാസർഗോഡ് നടന്ന യാത്രയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നും വിരുദ്ധമായി രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് കണ്ണൂരിലെ പൊതുയോഗങ്ങളിൽ ഉടനീളം കഴിഞ്ഞ ദിവസം സതീശൻ സർക്കാരിനെയും CPIM-നെയും കടന്നാക്രമിച്ചത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞുമാറുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ള ഒഴിവാക്കി വരും ദിവസങ്ങളിൽ മൗനം തുടരുമോ സതീശൻ എന്നുള്ളതാണ് ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. വിശകലനങ്ങളുമായി നിഖിൽ അളവൂർ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം തത്സമയമുണ്ട്. നിഖിലെ, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം, ഈ വിഷയം തുടങ്ങിയ നാൾ മുതൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലാണ്. അന്വേഷണങ്ങളിലൊന്നും പ്രതിപക്ഷത്തിന് പൂർണ്ണ തൃപ്തിയില്ല. ഇപ്പോഴും പലരും പുറത്തു നിൽപ്പുണ്ട്. പലരെയും രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തുന്നു. ഈ അന്വേഷണത്തിൽ പോലും സർക്കാരിന്റെ ഇടപെടലുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു. ഇങ്ങനെയൊക്കെ നിരന്തരം ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം. എന്നിട്ടിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും SITക്ക് ഹൈക്കോടതിയുടെ പൂർണ്ണ പിന്തുണ കിട്ടിയ സാഹചര്യത്തിൽ പോലും തൊട്ടടുത്ത ദിവസം ചേർന്ന നിയമസഭാ സമ്മേളനത്തിലും പ്രതിപക്ഷം സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നതാണ് നമ്മൾ ഓരോരുത്തരും കണ്ടത്. മാധ്യമങ്ങൾക്ക് മുന്നിലും അക്കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, ഒന്നടങ്കമെന്ന് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ. ഈ VD സതീശന്റെ പുതുയുഗ യാത്ര ആരംഭിക്കുന്നതിന്റെ അന്ന് കാസർഗോഡ് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും അതിൽ പ്രധാനം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ മാത്രമല്ല KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ പ്രസംഗങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. സർക്കാരിനെതിരെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച വലിയ ആയുധമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. പക്ഷേ ഇന്നലെ ഒരു ദിവസത്തോടുകൂടി ഈ സീഡ് ആകെ ഒന്ന് മാറിയിട്ടുണ്ട്. കാരണം അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തു. SIT ചോദ്യം ചെയ്തതിനു ശേഷം ഈ വിഷയം VD സതീശനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇതിൽ പ്രതികരിക്കാൻ കൂട്ടാക്കുന്നില്ല. അതിൽ കാര്യമായി ഒന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇനി പിന്നീട് നടന്ന ഈ പുതുയുഗ യാത്രയിലെ സമ്മേളനങ്ങളിലൊക്കെയും പ്രസംഗങ്ങളിലൊക്കെയും അക്കാര്യങ്ങൾ ഒഴിവാക്കിയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സംസാര ഭാഷ. അപ്പോൾ ഇനിയും ഈ നില തുടരാൻ തന്നെയാണോ നിഖിൽ ഈ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? അതോ ഇനി ഈ വിഷയങ്ങാനും സംസാരിച്ചാൽ വീണ്ടും സോണിയാഗാന്ധി, ശബരിമല സ്വർണ്ണക്കൊള്ള, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ആര് അപ്പോയിന്റ്മെന്റ് കൊടുത്തു, എന്താണ് ഇവർക്ക് സോണിയാഗാന്ധിയുമായുള്ള ബന്ധം, ഇവരെന്തിനാ അവിടേക്ക് എത്തി, ഈ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പൊതുജനങ്ങളിൽ നിന്നടക്കം ഉയരും. അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കിയാണോ ഈ വിഷയത്തിലെ ഇപ്പോഴത്തെ മൗനം? നിഖിൽ, എന്ത് മനസ്സിലാക്കണം? സേതു, ഏതായാലും ആ ഇന്നലത്തെ മൗനത്തിന് ഈ പ്രധാന കാരണം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായതോടുകൂടി അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന കാര്യം കോൺഗ്രസ് ആലോചിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇനി അങ്ങോട്ട് ഈ മൗനം തുടരുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാനാവില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തതിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. അതൊരു കാരണമായി തീർന്നിട്ടുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാമെന്നൊരു ആത്മവിശ്വാസം കൂടിയാണ് ഈ പുതുയുഗ യാത്രയിലേക്ക് ഉൾപ്പെടെ ഈ UDF കടക്കുന്നത്. അങ്ങനെ കടക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ഈ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ വരുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇതുവരെ UDFിനുണ്ടായിരുന്ന അനുകൂല സാഹചര്യം ഒരു പരിധിയോളം കുറയുന്ന സാഹചര്യം വരുന്നു. നേരത്തെ CPIM-നെ അത്രത്തോളം കടന്നാക്രമിക്കാൻ ഉപയോഗിച്ച ഒരു വിഷയമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഈ വിഷയം പറയുമ്പോൾ സ്വാഭാവികമായും CPIM ചോദിക്കാൻ പോകുന്നത് UDFിന്റെ കൺവീനറെയും ചോദ്യം ചെയ്തല്ലോ എന്ന നിലയിലേക്ക് CPIM ഈ UDF ആരോപണങ്ങളിൽ ഒരു പ്രതിരോധം തീർക്കാൻ പോകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത് ഏത് നിലയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും ഇനി അങ്ങോട്ട് ആ വിഷയം എന്നൊരാശങ്ക ഏതായാലും ഇന്നലെ മുതൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മൗനം എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം ഇത്രയും കാലം CPIM-ന്റെ നേതാക്കളാണ് സ്വർണം കെട്ടതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പാടി നടക്കുകയും അത് പാടി വോട്ട് നേടുകയും ചെയ്ത ഒരു മുന്നണിയാണ്. ആ മുന്നണിയുടെ കൺവീനറെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇനി അങ്ങോട്ട് CPIM അതിനെ ആ നിലയ്ക്ക് തന്നെ ഉപയോഗിക്കുമെന്ന കാര്യം കോൺഗ്രസിനും അറിയാത്തതല്ല. അങ്ങനെ കോൺഗ്രസ് വരുന്ന സമയത്ത് കോൺഗ്രസും CPIM അങ്ങനെ രംഗത്ത് വരുന്ന സമയത്ത് കോൺഗ്രസും UDFും ഒരു പരിധിവരെ പ്രതിസന്ധിയിലാകും. അതിനെ പ്രതിരോധിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ഈ ജാഥയിൽ ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം KC വേണുഗോപാലൊക്കെ പറഞ്ഞതുപോലെ ഇത് രാഷ്ട്രീയ പ്രേരിതമായി ഈ ഒരു സാഹചര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPIM ആണ് കുറ്റക്കാരെന്ന രീതിയിൽ രൂപപ്പെട്ട ആ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി ഇങ്ങനെ ഒരു കേസ്, ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് SIT പോയി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയിലേക്ക് കെട്ടിവയ്ക്കുക എന്നതായിരിക്കും UDF സ്വീകരിക്കാൻ പോകുന്ന നിലപാട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ
കെ.സി. വേണുഗോപാലിന്റെ ഉൾപ്പെടെ പ്രസ്താവനകളിൽ അതുണ്ട് താനും. മാത്രമല്ല ഈ ചോദ്യം ചെയ്യലിന്റെ തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് ആ നിലയ്ക്ക് ഇത് CPIM-ന്റെ ഒരു ബാലൻസിംഗ് തന്ത്രമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന രീതിയിലേക്ക് അതിനെ പ്രതിരോധിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിന്റെ മൗനം ഈ വിഷയത്തിൽ കോൺഗ്രസും മൗനം തുടരാൻ UDF-നും കോൺഗ്രസിനും ഒക്കെ കഴിയുമെന്നതും ഇനി കാത്തിരുന്നറിയാം.